മറ്റ് മത്സര ഇനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബാഡ്മിൻ്റണിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രിസ്റ്റോ സഖ്യം രണ്ടാം മത്സരത്തിലും തോൽവി അറിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ജാപ്പനീസ് സഖ്യത്തിനെതിരെയായിരുന്നു മത്സരമുണ്ടായിരുന്നത്. ഏകപക്ഷീയമായ രണ്ട് ഗെയിമുകളിൽ തോൽവി അറിയുകയും ചെയ്തു. ഇപ്പോൾ പുരുഷ സിംഗിൾസിൽ രണ്ടാം ജയം തേടി ലക്ഷ്യ സെൻ ഇറങ്ങിയിട്ടുണ്ട്. മത്സരം നടക്കുകയാണ്. ഇപ്പോൾ 14-15 എന്നുള്ള സ്കോറിന് ലക്ഷ്യ സെൻ പിന്നിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹോക്കി മത്സരം, ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയെ നേരിടുന്നു. 1-1 എന്നുള്ള സ്കോറിനാണ് ഇപ്പോഴുള്ളത്. ഒളിമ്പിക് ഡെസ്കിൽ നിന്ന് ശ്രീകൃഷ്ണൻ ചേരുകയാണ്. ശ്രീകൃഷ്ണൻ, ഹോക്കി മത്സരം അവസാനിച്ചോ? അവസാന ക്വാർട്ടറിലേക്ക് വരുമ്പോൾ പോലും 1-0 ഇന്ത്യ പിന്നിലായിരുന്നു അർജന്റീനയ്ക്കെതിരെ. ഇപ്പോൾ ഒരു ഗോൾ തിരിച്ച് അടിച്ചിരിക്കുന്നു. അതുപോലെ ലക്ഷ്യ സെൻ്റെ മത്സരം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇന്ന് ഇന്ത്യക്ക് മറ്റേതൊക്കെ മത്സരമുണ്ട്? നമുക്ക് ഏതായാലും ഷൂട്ടിങ്ങിലേക്ക് പിന്നീട് വരാം. ആദ്യം മറ്റു മത്സരങ്ങളിലേക്ക്. തീർച്ചയായും വിനേഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത് അർജന്റീനയ്ക്കെതിരെ ഇന്ത്യ 1-1 സമനില പിടിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ക്യാപ്റ്റൻ്റെ ചിറകിലേറിയാണ് ഇപ്പോൾ അവസാന നിമിഷം ഈ സമനില ഇന്ത്യ പിടിച്ചിരിക്കുന്നത്. നേരത്തെ 22-ാം മിനിറ്റിൽ അർജന്റീനയുടെ മാർട്ടിനസ് ലൂക്കാസ് ഒരു ഗോൾ അടിച്ചിരുന്നു. ആ ഇടതുവശത്ത് നിന്ന് പി ആർ ശ്രീജേഷിനെ മറികടന്നുകൊണ്ട് ഒരു ഗോൾ നേടുകയുണ്ടായി. ആ ഗോളിൽ പകച്ചു നിന്ന ഇന്ത്യൻ ടീമിനെ അവസാന നിമിഷം ഇപ്പോൾ ക്യാപ്റ്റൻ കരകയറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ്, ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ബാഡ്മിൻ്റണിൽ രണ്ടാം ജയം തേടി ലക്ഷ്യ സെൻ ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷ്യ സെൻ ബെൽജിയം താരത്തോടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഗ്വാട്ടിമാലൻ താരം കെവിൻ കോർഡറോട് ലക്ഷ്യ സെൻ വിജയിച്ചിരുന്നു. 21-8, 22-20 എന്ന സ്കോറിനായിരുന്നു ആദ്യത്തെ മത്സരത്തിൽ ലക്ഷ്യ സെന്നിൻ്റെ ജയം. ഇപ്പോൾ ജൂലിയൻ കരാഗിയോട് നേരത്തെ പറഞ്ഞ 15-14 എന്ന രീതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഏതായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ ആ ഫസ്റ്റ് സെറ്റിൻ്റെ കാര്യത്തിൽ എത്രയായിരിക്കും പോയിൻ്റ് നില എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വുമൺസ് ഡബിൾസിൽ നേരത്തെ പറഞ്ഞു, ബാഡ്മിൻ്റൺ വുമൺ ഡബിൾസിൽ രണ്ടാമത്തെ മത്സരത്തിലും അശ്വിനി പൊന്നപ്പ തനീഷ ക്രിസ്റ്റോ സഖ്യം പരാജയം ഏറ്റുവാങ്ങി. നേരത്തെ ജപ്പാൻ്റെ വുമൺ ഡബിൾസ് ടീമിനോടാണ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. നേരത്തെ സൗത്ത് കൊറിയയോടും ഈ സഖ്യം തോറ്റിരുന്നു. അവർക്ക് പുറത്തേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നു എന്ന നിരാശാജനകമായ ഒരു വാർത്ത നമുക്ക് പറയേണ്ടതായി വരും. ആർച്ചറിയിൽ ഇന്ത്യ ഇന്ന് തുർക്കിക്കെതിരെ അല്പസമയത്തിനും ഏതാണ്ട് 6:30 തുർക്കിക്കെതിരെ ഇന്ത്യ മത്സരിക്കും. നേരത്തെ വനിതകൾ ഇന്നലെ നെതർലാൻഡ്സിനെതിരെ തോൽവി അറിഞ്ഞിരുന്നു. പക്ഷേ പുരുഷ ആർച്ചറി ടീം വലിയ പ്രതീക്ഷ തന്നെയാണ്. ഒരു മെഡൽ നേടുക എന്ന ലക്ഷ്യത്തെ തന്നെയാണ് പുരുഷ ടീം ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ അർജന്റീനയുമായുള്ള മത്സരം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് സമയത്തിനകം നമുക്ക് വിവരം നൽകാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഇന്ന് നടന്ന ഷൂട്ടിങ്ങിൽ ഇന്നലെ വെങ്കല മെഡൽ നേടി ഒരു അഭിമാന ദിവസമായിരുന്നു എങ്കിൽ ഇന്ന് നിരാശയുടെ ദിവസമാണ് എന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ. നേരത്തെ പറഞ്ഞു, അതായത് 10 മീറ്റർ എയർ റൈഫിൾസിൽ രമിത ജിൻഡാലും പുരുഷ വിഭാഗത്തിൽ അർജുൻ ബബുദയും പുറത്തായിരിക്കുന്നു. അർജുൻ ബബുദ 4ാം സ്ഥാനത്തേക്ക്, അതായത് ആദ്യ മത്സരത്തിൽ ക്വാളിഫയിങ് മത്സരത്തിൽ 7ാം സ്ഥാനം മാത്രമുണ്ടായിരുന്ന അർജുൻ ബബൂദ 4ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുന്ന ഒരു കാര്യം കണ്ടു. പക്ഷേ മെഡൽ ചെറിയ പോയിൻ്റ് വ്യത്യാസത്തിലാണ് മെഡൽ വ്യത്യാസം. ഏതാണ്ട് 0.9 എന്ന നിലയിലായിരുന്നു അർജുൻ ബബൂദയുടെ തോൽവി. പക്ഷേ ഒരു നേട്ടത്തിന്, വെങ്കല മെഡൽ സമാനമായ ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ അർജുൻ ബബൂദ കൈവരിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് അർജുൻ ബബൂദയുടെ ജയം എന്നത് വലിയ കാര്യമാണ്. ഇനി ടേബിൾ ടെന്നീസിൽ ഇന്ന് മണിക ബത്രയും ഏതാണ്ട് രാത്രി 12:30 കൂടിയായിരിക്കും മണിക ബത്രയുടെ മത്സരം ഉണ്ടായിരിക്കുക. ഫ്രാൻസിൻ്റെ താരത്തോടാണ് മണിക ബത്ര ടേബിൾ ടെന്നീസിൽ ഇന്ന് മത്സരിക്കുന്നത്. ശ്രീകൃഷ്ണൻ, ഏതായാലും ഹോക്കിയിൽ അർജന്റീനയോട് 1-1 എന്നുള്ള നിലയിൽ തുല്യതയിലാണ് ഇന്ത്യയുള്ളത്.